രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. LDF സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ UDFന്റെ സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ആകെയുള്ള 140 സീറ്റുകളിൽ 95 എണ്ണത്തിൽ നായകൻ കോൺഗ്രസ് തന്നെയായിരിക്കും. രണ്ടാം വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് 27 മണ്ഡലങ്ങളിലും PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് 8 സീറ്റുകളിലും ജനവിധി തേടും. RSPക്ക് 5 സീറ്റുകൾ അനുവദിച്ചപ്പോൾ ഇത്തവണത്തെ UDF തന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ നീക്കം നടന്നിരിക്കുന്നത് മലബാറിലാണ്. നിലമ്പൂരിലെ ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ ഇത്തവണ തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് കോഴിക്കോട്ടെ ഇടതുകോട്ടയായ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി അംഗത്തിനിറങ്ങും. പയ്യന്നൂരിൽ CPMനെ വിറപ്പിച്ച മുൻ ഏരിയ കമ്മിറ്റി അംഗം C കുഞ്ഞികൃഷ്ണനെ സ്വതന്ത്രനായി പിന്തുണയ്ക്കുവാനും മുന്നണി തീരുമാനിച്ചു കഴിഞ്ഞു. ചെറിയ കക്ഷികളെയും അതൃപ്തരായ ഇടത് നേതാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മഹാസഖ്യം തീർക്കുന്ന UDF ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയും അപ്രതീക്ഷിത സഖ്യങ്ങളെയും ചേർത്ത് പിടിക്കുമ്പോൾ കേരളം ആര് ഭരിക്കുമെന്ന് ഈ പോരാട്ടം നിശ്ചയിക്കും.